ത്രിയേക ദൈവത്തിന് സ്തുതി. സർവജനത്തിനുമുണ്ടായ മഹാസന്തോഷത്തിൻ്റെ ആഘോഷമായ ക്രിസ്മസ് വീണ്ടും ആഗതമായി. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി ദൈവപുത്രൻ മനുഷ്യജന്മമെടുത്ത് മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കുവാൻ വേണ്ടി വന്നതിൻ്റെ ഓർമ്മ നാം നിർവഹിക്കുന്നു. പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവീക സ്വഭാവം വീണ്ടെടുക്കുവാൻ ലഭിച്ച ഈ വലിയ നിമിഷങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. അവൻ കാണിച്ചു തന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ്. ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥതയും തിന്മയുടെ അന്ധകാരവും നമ്മുടെ ജീവിതത്തെയും ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുകയാണ്. ഈ സാഹചര്യത്തിലാണ് വ്യക്തിയും കുടുംബവും സമൂഹവും മലിനമാക്കപ്പെടുന്നതും തെറ്റ് ചെയ്തവരാൽ മലിനമാക്കപ്പെടുവാൻ കാരണമായിത്തീരുന്നതും. ഇന്ന് ദൈവസ്നേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും മനുഷ്യൻ നൽകുന്നില്ല. കാരണം ദൈവസ്നേഹത്തിൽ ലൗകിക ലാഭങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നതാണ് അവൻ്റെ തെറ്റായ ധാരണ. മാത്രമല്ല, ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന ലൗകിക സമ്പത്തിനെക്കുറിച്ചാണ് അവൻ്റെ ആവലാതിയും ചിന്തയും. ഇത്തരത്തിലുള്ള തെറ്റായ ജീവിതം കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത ദൈവ സ്നേഹത്തെയാണ് അവൻ അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇത് യഥാർത്ഥ സന്തോഷത്തെയും സമാധാനത്തെയും ഒരു വ്യക്തിയിൽ നിന്നും അകറ്റി നിർത്തുന്നു. അതിനാൽ ഈ ജീവിത രീതിയിൽ നിന്നും ഒരു മാറ്റം ഇന്ന് നമുക്ക് അത്യാവശ്യമായിരിക്കുന്നു. ഈ ക്രിസ്മസ് അത്തരത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾക്കും തിരുത്തലുകൾക്കും അവസരമൊരുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒന്ന്, തൻ്റെ ഭവനക്കാർക്ക് തക്ക സമയത്ത് ഭക്ഷണവും സംരക്ഷണവും നൽകുവാൻ ബാധ്യസ്ഥരാണ് ഓരോ വ്യക്തിയുമെന്ന ഓർമ്മ സദാസമയവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. സമൂഹ നന്മയ്ക്കും നാടിൻ്റെ ക്ഷേമത്തിനും ശ്രമിക്കുന്നവർ ഇന്നൊത്തിരിയുണ്ട്. എന്നാൽ ഇവരുടെ കുടുംബത്തിൽ ഈ മുഖംമൂടിയൊക്കെ അഴിച്ച് വയ്ക്കപ്പെടുന്നു. വലിയ ഒരു യാഥാർത്ഥ്യമായി ഇത് ഇന്ന് സമൂഹത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബജീവിതം അർത്ഥമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. സാക്ഷ്യം ഇല്ലാത്ത വാചാല സാക്ഷികളായി ജീവിതത്തിൽ ഓരോ വിശ്വാസിയും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകണം. ദൈവസ്നേഹത്തിൻ്റെ തുടക്കം കുടുംബത്തിലാണ്. നസ്രയത്തിലെ തിരുകുടുംബം ഇതിനൊരു വലിയ സാക്ഷ്യമായി നമ്മുടെ ജീവിതത്തിലെ തിരുത്തലുകൾക്ക് ഇടയാക്കട്ടെ. 2, പരസ്പരം സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണെന്ന ഓർമ്മ എപ്പോഴും നമ്മിലുണ്ടാകണം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. തന്നിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുവാൻ അവൻ ഇപ്പോൾ വലുതായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്വന്തം മുമ്പിൽ നിൽക്കുന്ന ദൈവസൃഷ്ടിയെ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത് ദൈവകൽപ്പനയ്ക്ക് എതിരും സൃഷ്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതുമാണ്. കരുതലും സ്നേഹവും കൂടിച്ചേരുന്ന ദൈവിക സ്വഭാവത്തിൻ്റെ അനുയായികളായി നാം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവും ഓരോ പരിശുദ്ധന്മാരും നമുക്ക് കാണിച്ചു തന്നത് ഇതുതന്നെയാണ്. തങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ മനഃപൂർവ്വം അവർ മറന്നുപോയി. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അവർ കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇത് ഒന്നും പ്രതീക്ഷിക്കാത്ത നിസ്വാർത്ഥ സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. 3, സൃഷ്ടിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മ സദാസമയവും നമ്മിൽ തുടിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവൻ അതിന് നേടുമെന്നത് ദൈവവചനം. അതിൻ്റെ ഉത്തമ മാതൃകയാണ് ക്രിസ്തു. ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവപുത്രൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി എൻ്റെ സ്നേഹിതർ അല്ലെങ്കിൽ സഹോദരങ്ങൾ ആണ് എന്ന്. ആ സൃഷ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ തൻ്റെ ജീവൻ ഗോകുൽത്തായുടെ മുകളിൽ സമർപ്പിച്ചത്. ഈ ഓർമ്മകൾ നമ്മിൽ ഉണ്ടാവുകയും അതനുകരിക്കുവാൻ നാം ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ക്രിസ്മസ് യാഥാർത്ഥ്യമാവുകയാണ്. ക്രിസ്തു ഉള്ളിൽ ജനിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായ
നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.